മാസം 18-ാം തീയതി മുതൽ ആരംഭിച്ച് മാർച്ച് മാസം 2-ാം തീയതി സമാപന തിരുനാൾ ദിനത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഈ തീർത്ഥാടന ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യമെന്ന് പറയുക, നാനാജാതികളായിട്ടുള്ള ആളുകൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വിശുദ്ധ അന്തോനീസിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അതിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയുവാൻ സാധിക്കും, ഏതാണ്ട് 70% ആളുകളും ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ് അവിടേക്ക് വന്ന് ദൈവത്തിന്റെ മുന്നിൽ വിശുദ്ധ അന്തോനീസ് തിരുസന്നിധിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അവര് നേടുന്നത്. നമ്മുടെ ഈ തിരുനാളിനെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് നടക്കുക രക്തദാന നേർച്ചയാണ്. രക്തം നേർച്ചയായിട്ട് നൽകുന്ന കേരളത്തിലെ എനിക്ക് തോന്നുക ഏക ദേവാലയവും കൂടിയാണത്. അനേകം ആളുകൾ അവിടെ വന്ന് തങ്ങളുടെ രക്തം, നമുക്കറിയാം രക്തം ദാനമായി നമ്മൾ നൽകാറുണ്ട്, എന്നാൽ ഇതൊരു നേർച്ചയായിട്ട് നൽകുന്ന ഒരു ദേവാലയമാണ്. അത് 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് അത് നടത്തപ്പെടുകയാണ്. ധാരാളം ആളുകളാണ് ആ രക്തം ദാനം ചെയ്യുവാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുക, അതോടൊപ്പം തന്നെ അത് നൽകുക. അതിനോടൊപ്പം തന്നെ 23-ാം തീയതി വളരെ സവിശേഷകരമായിട്ട് പ്രവാസികളുടെ ഒരു സംഗമം അവിടെ നമ്മൾ നടത്തുന്നുണ്ട്. പ്രവാസികളായി തിരിച്ചു വന്നവര്, അതോടൊപ്പം തന്നെ പ്രവാസികളായി തിരിച്ചു വന്ന 60 വയസ്സിന്റെ മുകളിലുള്ളവരെ ആദരിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ പെട്ടിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര്, സാമൂഹ്യ പ്രവർത്തകര്, കേന്ദ്രമന്ത്രിമാര്, അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുള്ള പല മന്ത്രിമാരും MLA-മാരും ഒക്കെ പൊതുസമ്മേളനങ്ങളിൽ കടന്നു വരുന്നുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുകയാണ്, കരുതുകയാണ്. ഈ തിരുനാളിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ അന്തോനീസിന്റെയും അതോടൊപ്പം തന്നെ വിശുദ്ധ ദൈവസഹായത്തിന്റെയും ദേവാലയമാണിത്. കവങ്കോട് കൊച്ചുപള്ളി എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലുമാണ് അവിടെ പ്രത്യേകമായിട്ടുള്ള പൂജയും കാര്യങ്ങളും നടക്കുക. അതോടൊപ്പം തന്നെ ഏതാണ്ട് 4000-4500 പേര് ഒരു ദിവസം തന്നെ കടന്നു വരികയും അവര് സ്നേഹവിരുന്നില് പങ്കുകാരാകുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 4000-ന് മുകളിലേക്കുള്ള ആളുകളാണ് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അന്നദാനം അവിടെ നടത്തുക. അത് ചില ആളുകൾ അവർക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ സഹായിക്കാറുണ്ട്. അല്ലാതെ നമ്മുടെ പൊതുവായിട്ടുള്ള ഫണ്ടിൽ നിന്നൊക്കെ എടുത്ത് അന്നദാനം വളരെ കൃത്യതയോടുകൂടി നമ്മൾ അത് നടത്തി വരികയാണ്. അനേകം ആയിരങ്ങളാണ് ഈ അന്നദാനത്തിനായിട്ടും പ്രാർത്ഥനകൾക്കായിട്ടും കടന്നു വരിക. നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യവും സഹകരണവും ദയവായി ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ദയവായിട്ട്. രക്തദാന നേർച്ച എന്ന് പറയുന്നത് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ തിരുനാൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ പല ആളുകളും അവിടെ വന്ന് രക്തം ദാനമായിട്ട് ഒരു നേർച്ചയായിട്ട്, നമ്മൾ പലയിടത്തും രക്തം നമ്മൾ കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടുള്ള, എന്നാൽ ഇതൊരു നേർച്ചയായിട്ടാണ് നമ്മുടെ ദേവാലയത്തിൽ നടക്കുക. കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മുമ്പത്തെ വർഷം നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ വന്നിരുന്നു. അവർക്കും വളരെ ഒരു അത്ഭുതമായിട്ട് തോന്നുകയും രക്തം നേർച്ചയായി നൽകുന്ന ഒരു ദേവാലയത്തെ കുറിച്ച് അദ്ദേഹം അവര് സംസാരിക്കുകയും ചെയ്തു. നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ നമ്മുടെ ഇവിടെയുള്ള, തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ധാരാളം ആളുകൾ അന്നേ ദിവസം അവിടെ വരുന്നുണ്ട്. അവര് പ്രാർത്ഥനയോടുകൂടിയാണ് അത് നൽകുക.